വെറുക്കപ്പെട്ടതൊക്കെ ആ രീതിയിൽ തന്നെ അങ്ങ് നിന്നാ മതി. അതിനെ ആരും വിളക്കി ചേർക്കാൻ നിൽക്കണ്ട. എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് ചോദിച്ചറിയെങ്കിലും വേണ്ട സത്യമേ. എന്താ ശിവ ഇനി അറിയാനിരിക്കുന്നത്? എന്റെ മകൻ മരണപ്പെട്ടു. എന്റെ മോനെ എല്ലാവരും കൂടി ചേർന്ന് കൊന്നു. പക്ഷെ ഞാൻ അറിഞ്ഞില്ലെന്ന് മാത്രം. ഞാൻ വേറൊരു വേണ്ടി സത്യം അറിയാതെ എന്റെ മകന് വേണ്ടിയുള്ള കാത്തിരിപ്പ്. എന്നോട് അവള് കാണിച്ചത് ക്രൂരതയല്ലടാ, കടുത്ത ക്രൂരത. അവസാനമായി എന്റെ കുഞ്ഞിന്റെ മുഖം പോലെ എനിക്കത് കാണാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു രാത്രിയിൽ അമ്മയെന്ന് വിളിച്ചവൻ കയറി വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. എത്രയോ രാത്രികള്, ചില രാത്രികളെ കാത്തിരുന്ന് പകലുകളാക്കിയിട്ടുണ്ട്. ഇല്ല ശിവ, എനിക്ക് അവളോട് പൊറുക്കാനാവില്ല. ഒരമ്മയുടെ നെഞ്ചിലേക്ക് അവൾ ഈ കടാര കുത്തി ഇറക്കിയിരിക്കുന്നത്. അവൾക്ക് മാപ്പില്ല. ഈ ജന്മത്തിൽ ഞാൻ അവളെ എന്റെ മരുമകളായിട്ട് അംഗീകരിക്കയില്ല. സത്യമേ, അത് ഞാൻ തീരുമാനിച്ചുറപ്പിച്ചതാ. ഇതിനി മാറ്റം വരണമെങ്കിൽ ഞാൻ മരിക്കണം. ഞാൻ മരിക്കണം. അല്ല, മോള് കയറുന്നില്ലേ? ഇല്ല ചാ, എനിക്ക് ഓഫീസിൽ അർജന്റായിട്ട് എത്തേണ്ട ഒരു കാര്യമുണ്ട്. നീ ഇങ്ങോട്ട് വാ 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 മോളെ, നമുക്കേ ഭാമയായിട്ടുള്ള ആൾക്കൊക്കെ പറഞ്ഞു തീർക്കാം. പിന്നെ ആ സമയത്ത് കാണിക്ക് ദേഷ്യമൊക്കെ ഉള്ളന്നേ. വാശിയുടെ പുറത്തെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞെന്നും ഇരിക്കും. അതൊന്നും മോള് കാര്യമൊന്നും ആക്കണ്ട. ഇല്ല ചാ, എനിക്ക് പോകാൻ അത്യാവശ്യമുള്ളതുകൊണ്ട് ഞാൻ വരും. സത്യമയുടെ ദേഷ്യമൊക്കെ ഒന്ന് മാറട്ടെ. അച്ഛൻ, ഞാൻ ഈ കോളൊന്ന് എടുക്കട്ടെ. ആ കമല പറഞ്ഞു. എടുത്തമേ, ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കുന്നേ. എന്ത്? എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? ഒന്ന് ഇവിടം വരെ വരാവോ? ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. ശരി, ഞാനിപ്പോ വരാം. ആ രാമേട്ടാ, നമുക്ക് സിറ്റി ഹോസ്പിറ്റലിലേക്കാ പോവണ്ടേ? ശരി അച്ഛാ, ഞാൻ ഇറങ്ങട്ടെ. അമ്മ വന്നു. അമ്മേ, അമ്മേ. അല്ല, മക്കള് പറഞ്ഞപ്പോ വന്നു? ഇപ്പൊ വന്നേ ഉള്ളൂ. എന്നിട്ട് ഉടനെ പോവാന്നോ? അപ്പൊ ഞങ്ങൾക്ക് പിന്നെ സ്കൂളിൽ പോണ്ടേ? ഓ, അച്ഛാ അത് ഓർത്തില്ല. എങ്ങനെ ഓർക്കാനാ? ഒച്ചാച്ചന് ഓട്ടം കഴിഞ്ഞിട്ട് നേരം വേണ്ടേ? കണ്ണ് തെറ്റിയ ഇറങ്ങിപ്പോക്ക. എനിക്കെന്റെ കുട്ടികളെ കാണാൻ പറ്റത്തില്ല. അവര് വിളിച്ചോണ്ട് വരാൻ വേണ്ടി തന്നെ പോയത്. ഞാനേ എന്നോട് കൊണ്ടാക്കിയതേ ശാല്യ കണ്ടാ. കണ്ടില്ലേ? ഇനി അവള് വരാന്നും പറഞ്ഞു. സത്യം പപ്പി, മക്കള് ശിവനങ്ങളുടെ കൂടെ സ്കൂളിലേക്ക് ചെല്ല്. അമ്മയ്ക്ക് അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോവാനുണ്ട്. അച്ഛാ, ഞാനെന്നാ. ശരി. ശിവനങ്ങളെ, നമുക്ക് പോവാം. ഭാമേ, ഈ ജീവിതം വളരെ കുറച്ചേ ഉള്ളൂ.
കൃത്യമായിട്ട് പറഞ്ഞാലേ വെള്ളത്തിന് മുകളിലെ നീർക്കുമുള പോലെ. അത്രയും ആയുസുള്ള ജീവിതം വെച്ചോണ്ടേ നമ്മൾ ആരോടാ ഈ വാശിയും വരൊക്കെ കാണിക്കുന്നേ? നമ്മുടെ മക്കളില്ലയോ? എന്ത് തെറ്റ് ചെയ്താലും നമുക്ക് ക്ഷമിക്കരുതോ? നമ്മളല്ലാതെ നമ്മളെ മക്കളടുത്ത് ക്ഷമിക്കാൻ വേറെ ആരാ ഉള്ളേ? എടാ മക്കളെ വിഷ്ണുവേ, നീ വീട്ടിൽ വരുമ്പോഴേ അവളെ ശാലിനങ്ങൾ കൂട്ടിക്കൊണ്ട് വരണേ. അവൾ ഇവിടെ വേണോടാ. ഈ വീടാവുന്നതേ പപ്പിയും സത്യേക്കും ഉള്ളോണ്ടാ. അവളുടെയും ഇവരുടെയും ഒച്ചയും ബഹളമൊക്കെ ആടാ ഈ വീടിന്റെ സന്തോഷം. ആ സന്തോഷം ഇല്ലാതായ ഈ വീടെന്തിനു കൊള്ളാം? ഇല്ലേ ബാബേ? സ്വന്തം കുഞ്ഞിന് പകരം ശാരിയെ നിങ്ങളെല്ലാവരും കൂടി മറ്റൊരു കുഞ്ഞിനെ കാണിച്ചു എന്നറിഞ്ഞപ്പം നിങ്ങളെല്ലാവരെയും മനസ്സുകൊണ്ട് ശപിച്ചവനാ ഞാൻ. ഞാൻ തന്നെയാണ് വീണ്ടും ശാരികയുടെ അവസ്ഥ കണ്ട് ആ കുഞ്ഞിനെ കൊണ്ടുവരാനായി കമലിനെ വിട്ടത്. പക്ഷെ ഇപ്രാവശ്യം പണി പാളിയെടുത്തമ്മേ. ആ കൊച്ചി തൻ്റേതല്ലെന്ന് ശാരികച്ച് തന്നെ പറഞ്ഞു. വലിയ ബഹളമായിരുന്നു. എന്താ നമ്മളിപ്പോൾ ചെയ്യുക? നമ്മുടെ കുഞ്ഞിനെ കുറിച്ചാണെങ്കിൽ യാതൊരു വിവരവും ഇല്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയും കാണുന്നില്ല. അവളുടെ കുഞ്ഞിനെ അവളുടെ കയ്യിൽ കൊടുത്തില്ലെങ്കിൽ അവൾ ഒട്ടും സമാധാനപ്പെടില്ല. അതിപ്പം ഡോക്ടർ എന്താ പറഞ്ഞേ? ഡോക്ടർ എന്തൊക്കെയോ പറഞ്ഞു. അപ്പോഴത്തെ ബഹളത്തിനിടയ്ക്ക് എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ എന്തായാലും ഡോക്ടറെ ഒന്ന് കാണട്ടെ. പ്രിയ, ആ കുഞ്ഞ് സ്വന്തം കുഞ്ഞല്ലെന്ന് അറിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? തന്റെ കുട്ടിയല്ലാന്ന് ശാരിക അറിഞ്ഞ സ്ഥിതിക്ക് ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. യഥാർത്ഥ കുഞ്ഞിനെ കണ്ടുപിടിച്ച് കൊടുക്കുകയല്ലാതെ മറ്റൊരു മാർഗവും ഇല്ല. പെട്ടെന്നുണ്ടായ ഷോക്കിൽ നിന്നാവാം ശാരികയ്ക്ക് പ്രഷർ കൂടിയതും ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായതും. ഇനി ഇതുപോലുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവുകയാണെങ്കിൽ അത് കൂടുതൽ കുഴപ്പങ്ങളിലേക്ക് കൊണ്ടെത്തിക്കും.